ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ പി സിയിൽ GTA 5 പ്രീമിയം എഡിഷൻ, അതായത് ഓൺലൈനിൽ കളിക്കാൻ പറ്റുന്ന മൾട്ടിപ്ലെയർ എഡിഷൻ എങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിൽ ഫ്രീ ആയിട്ട് കയറ്റാന്നുള്ളത്. ഇത് ക്ലിക്ക് ബൈറ്റ് അല്ല, ഇതൊരു വെബ്സൈറ്റ് എപ്പിക് ഗെയിംസിൻ്റെ ഒരു സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അതിൻ്റെ സെയിലിൻ്റെ ഭാഗമായിട്ട് GTA 5 ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാന്നുള്ള ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കണക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ പി സിയിൽ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഏതെങ്കിലും വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ സെർച്ച് ബാറിൽ എപ്പിക് ഗെയിംസ് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന epicgames.com എന്നുള്ള അവരുടെ ഒഫീഷ്യൽ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. പക്ഷേ ഇത് കയറ്റണമെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട് വെച്ചാൽ നമ്മുടെ ഹൈ ബാൻഡ് വിഡ്ത്തുള്ള ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കയറ്റാൻ പറ്റും. കാരണം ഏകദേശം നമ്മൾ 95 GB ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പിക് ഗെയിംസിൻ്റെ സ്റ്റോർ വന്നിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഗെറ്റ് എപ്പിക് ഗെയിംസ് എന്ന റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഇവിടെ ഞാൻ കേഴ്സർ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക ആദ്യം. അപ്പോൾ എപ്പിക് ഗെയിംസിൻ്റെ ലോഞ്ചർ ഡൗൺലോഡ് ചെയ്യണം നമ്മളിവിടെ. അത് അവിടെ ഡൗൺലോഡ് ആവുന്നത്. പക്ഷേ ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ക്യാൻസൽ അടിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ എപ്പിക് ഗെയിംസ് ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എപ്പിക് ഗെയിംസിൻ്റെ സെയിലാണ് കണ്ട, അവിടെ സെയിലിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ GTA 5 പ്രീമിയം എഡിഷൻ ഫ്രീ ടു കീപ്പ് ഫോർ എവർ, അതായത് നമുക്ക് ഫ്രീ ആണ്, എത്ര കാലം വേണമെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാം. ഇതിന് ഇൻവോയ്സ് അതുപോലെ എല്ലാ ഇതും നമുക്ക് കിട്ടുന്നതാണ്, നമ്മുടെ മെയിൽ വരുന്നതാണ്. ആദ്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മളിത് സൈൻ ഇൻ ചെയ്യണം. ഇതിൽ ഞാൻ ഓൾറെഡി ഇവിടെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം, നിങ്ങൾ ജിമെയിൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസ് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം ഈ ഫ്രണ്ട് പേജിൽ ഇവിടെ ഗെറ്റ് GTA 5 ഫ്രീ എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ ഓണ്ട് നിധി അടിക്കുന്നത്, അതവിടെ ഫ്രീ ആവും. കാരണം ഫ്രീ അല്ലെങ്കിൽ ഗെറ്റ് എന്നാവും. കാരണം ഞാനിതിപ്പോൾ ഓൾറെഡി മേടിച്ച കാരണമാണ് എൻ്റെ കയ്യിൽ ഇത് ഓണ്ട് നിധി അടിക്കുന്നത്. അതുപോലെ ഈ സെയിൽ 5/21, അതായത് 21-ാം തീയതി 5-ാം മാസം വരെ ഉള്ളൂ, മെയ് 21-ാം തീയതി വരെ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ മേടിക്കുക. പിന്നെ ഡൗൺലോഡ് നിങ്ങൾക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. അത് ഗെറ്റ് അടിച്ച് നിങ്ങൾക്ക് മെയിൽ കൺഫർമേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ടത് വെച്ചാൽ ലൈബ്രറിയിൽ പോയിട്ട് ഇവിടെ GTA 5 എന്നുണ്ടാവും. അത് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കണം. ഇവിടെ ഈ അൺഇൻസ്റ്റാളിൻ്റെ പകരം എനിക്ക് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡ്രൈവാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിക്കും. ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഏത് ഡ്രൈവിലാണ് ഞാൻ കയറ്റിക്കുന്നത്. ഏകദേശം 95 GB GTA 5 ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓൺലൈനിൽ കളിക്കാൻ പറ്റും. ഇത് നമുക്ക് ഈ എപ്പിക് ഗെയിംസിൻ്റെ ലോഞ്ചർ വെച്ച് ലോഞ്ച് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലോഞ്ച് ചെയ്യാനും പറ്റും. പക്ഷേ നമുക്ക് ഓൺലൈനിൽ കളിക്കണമെങ്കിൽ റോക്ക് സ്റ്റാറിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാനിതിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കളിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് MRP സെർവറായ മലയാളി സെർവറിൽ വേണമെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ പല സെർവറിൽ കളിക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതേക്കും ഗുഡ് ബൈ.